ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പരമ്പരാഗത മത്സ്യമേഖലയെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന കടൽ മണൽ ഖനനവുമായി കേന്ദ്ര സർക്കാർ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് കേരളത്തിൽ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപകമായി ഹർത്താൽ ഉൾപ്പെടെ കേരളത്തിൽ നടക്കുകയുണ്ടായി. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്നും ഒട്ടും പുറകിലോട്ട് പോയിട്ടില്ല. ഇന്നലെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന് നൽകിയ രേഖാമൂലമുള്ള മറുപടിയിൽ കടൽ മണൽ ഖനനം നടത്തും എന്ന് പറയുന്നു. ഇതിന് മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ സഹായം കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഔദാര്യം പറ്റാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതോടൊപ്പം തന്നെ കടലിൻ്റെ പാരിസ്ഥിതികാവസ്ഥയും തകർക്കുകയാണ്. ഇത് മീൻ പിടിക്കുന്നവർ മാത്രമല്ല, മത്സ്യം വിൽക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരുൾപ്പെടെ, മത്സ്യം ഉണക്കി അല്ലെങ്കിൽ കയറ്റുമതി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലായി 10,000-കണക്കിന് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളതാണ് കേരളത്തിൻ്റെ തീരം. അവിടെയാണ് അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭാഷയിൽ പാർലമെൻറ്റിൽ പോലും മറുപടി നൽകി കടൽ മണൽ ഖനനവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്. അതുകൊണ്ട് നാളെ കേരളത്തിലെ എല്ലാ പാർലമെൻറ്റ്, ലോകസഭയിലെയും രാജ്യസഭയിലെയും LDF UDF MP-മാരുൾപ്പെടെ ശ്രീ PP ചിത്തരഞ്ജൻ MLA പോലെയുള്ള MLA-മാർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടും എല്ലാ മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രതിനിധികളും അതേപോലെ വോട്ട് ഓണേഴ്സിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മത്സ്യ കച്ചവടക്കാരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കുന്നൊരു വലിയ പാർലമെൻറ്റ് പ്രതിഷേധം, പാർലമെൻറ്റ് മാർച്ച് ജന്തർ മന്ദിറിൽ നാളെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ നടത്തുകയാണ്. ഇതിൽ കേരളത്തിലെ എല്ലാ MP-മാരും പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരദേശ MP-മാരെല്ലാവരും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മാർച്ച് KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ബാക്കിയെല്ലാം K രാധാകൃഷ്ണൻ MP ഉൾപ്പെടെ, ശ്രീ സന്തോഷ്, രാജ്യസഭയിലെ സന്തോഷ് കുമാർ MP ഉൾപ്പെടെ എല്ലാ MP-മാരും പങ്കെടുക്കും. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എല്ലാ MP-മാരും പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് ഇനിയും കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ കേരളത്തിൽ തീരപ്രദേശത്തും വീണ്ടും പാർലമെൻറ്റിന് മുന്നിലേക്കും വേണ്ടി വന്നാൽ നടത്തപ്പെടും. ഈ ഓഫ്-ഷോർ ഖനനം ഇന്നലെ വന്ന മറുപടി, കേന്ദ്രമന്ത്രിയുടെ മറുപടി, ഓഫ്-ഷോർ ഖനനം കേരള നിയന്ത്രണ മേഖലയ്ക്ക്, കേരള തീരത്തിൻ്റെ നിയന്ത്രണ മേഖലയ്ക്ക് പുറത്തെന്നാണ് പറഞ്ഞത്. 2 പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ട് മാത്രമേ ഖനനം നടത്തൂ എന്നത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞ മറുപടി ഭയങ്കര വിരോധാഭാസമാണ്. പരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്ന് പറയുന്നത് ടെൻഡർ ലഭിക്കുന്ന കമ്പനി നടത്തുമെന്ന് പറഞ്ഞത്. അത് പിന്നെ കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നതിന് തുല്യമാണ്. ആ പരിസ്ഥിതി ആഘാത പഠനം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് കടൽ മണൽ ഖനനം എന്ന് പറയുന്നത്. മത്സ്യം പിടിക്കാൻ വേണ്ടി പോണ മത്സ്യത്തൊഴിലാളി മീറ്റർ വെച്ച് അളന്നിട്ടല്ല മീൻ പിടിക്കാൻ വേണ്ടി പോണത്. കേരളത്തിലെ തീരത്ത് നിന്നും ആഴക്കടലിലും പുറംകടലിലും പോയിട്ടാണ് മത്സ്യം പിടിക്കുന്നത്. 15 ദിവസം, 10 ദിവസം, 8 ദിവസമൊക്കെ കടലിൽ തങ്ങിയിട്ടാണ് ബോട്ടുകൾ മത്സ്യം പിടിച്ച് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്ത് പോയി പിന്നെ ഖനനം നടത്തിയാലും അത് കേരളത്തിൻ്റെ പിന്നെ തീരക്കടലിനെയും ബാധിക്കും, ആഴക്കടലിനെയും ബാധിക്കും. ഞങ്ങൾക്ക് ഇവരുടെ പരിസ്ഥിതി ആഘാത പഠനം വേണ്ട. ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. കടലിൽ നിന്നും ഒരല്പം പ്രകമ്പനമുണ്ടായാൽ, ചെറിയ ശബ്ദമുണ്ടായാൽ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാം. ഇത് 2 മീറ്റർ ആഴത്തിൽ കിടക്കുന്ന ചെളി, വലിപ്പമുള്ള ആഴമുള്ള ചെളി അടക്കം ഇളക്കി മറിച്ച് ഭീമാകാരമായ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കാണാത്ത ഭീമാകാരമായ ഇറക്കുമതി ചെയ്യുന്ന വലിയ ഖനന യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടാണിത് അവിടെ നിന്നും കുഴിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല, ഈ മണൽ കൊണ്ടുവന്ന് കരയിൽ കൊണ്ടുവന്ന് അത് ഉപ്പ് കളയാൻ വേണ്ടി, ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജലം, ഇപ്പോൾ തന്നെ തീരപ്രദേശത്ത് ശുദ്ധജലമില്ലാതെ കുടിവെള്ളം ക്ഷാമം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ആ സ്ഥലത്ത് ഇതുകൂടി വാഷ് ചെയ്ത് വരുമ്പോൾ, ഈ കടൽ മണൽ കൂടി വാഷ് ചെയ്യാൻ വേണ്ടി ശുദ്ധജലം ഉപയോഗിക്കുന്നതോടുകൂടി അതൊരു വലിയൊരു പ്രശ്നം. അതിൻ്റെ മാലിന്യങ്ങൾ തീരക്കടലിൽ വന്നും തീരത്ത് വന്നും ഉണ്ടാകുന്ന വേറെ പാരിസ്ഥിതിക പ്രശ്നം. ഇത് പൂർണ്ണമായും അറിയുന്ന യഥാർത്ഥ കടൽ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയാണ്. കാരണം അവരെ പോലെ ഈ കടലിൻ്റെ വ്യതിയാനങ്ങൾ അറിയുന്ന ഒരാളും വേറെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരുടെ ഈ പറയുന്ന ഈ കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്ത് അവരെ കൊണ്ട് ഉള്ള പരിസ്ഥിതി ആഘാത പഠനം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് ഇന്നലെ
രാജ്യസഭയിൽ മന്ത്രി നൽകിയ മറുപടിയെ ഞങ്ങൾ നിരാകരിക്കുന്നു. ആ മറുപടിക്കെതിരെ കൂടിയിട്ടാണ് നാളത്തെ ഞങ്ങളുടെ പാർലമെൻറ്റ് മാർച്ച്. രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഈ പരിസ്ഥിതി ആഘാത പഠനം ആര് നടത്തണമെന്നാണ് നിങ്ങളുടെ ആവശ്യം? രണ്ടാമത്തത്, അതിന് കേന്ദ്രം നടത്തിയാലും കേന്ദ്രത്തിനെതിരെയും ആക്ഷേപം ഉയർത്തുമെന്ന് പഴയ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരണം നടത്തുകയുമുണ്ടായി. അപ്പം നിങ്ങൾ ആരുടെ ഒരു പഠനമാണ്? ഞങ്ങൾ പരിസ്ഥിതി ആഘാത പഠനം വേണ്ട. ആരെ കൊണ്ട്, ഈ കമ്പനിയെ കൊണ്ട് ഇതിനെ പരിസ്ഥിതി ആഘാത പഠനം നടത്തിക്കുക? ഈ ഒന്നാമത് പരിസ്ഥിതി ആഘാത ഇതിനെ പദ്ധതി വേണ്ടെന്നാണ്. ഈ നിർദ്ദേശം ഉപേക്ഷിക്കണം. കടൽ മണൽ ഖനനം എന്നുള്ള പദ്ധതി ഉപേക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അതുകൊണ്ട് ഒരു പരിസ്ഥിതി ആഘാത പഠനമായി കടലിലേക്ക് വരണം ഞങ്ങൾ സമ്മതിക്കില്ല. ഈ പദ്ധതി ഉപേക്ഷിക്കാതെ ആരെങ്കിലും കടലിൽ പരിസ്ഥിതി ആഘാത പഠനത്തിന് വന്നാൽ അവരെ ഞങ്ങൾ കടലിൽ കാല് കുത്താൻ സമ്മതിക്കില്ല. കാരണം KC വേണുഗോപാൽ പറഞ്ഞത് ഒരു സ്വകാര്യ ഏജൻസിക്ക് നൽകി അതിലൊരു പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതിനു ശേഷം വേണമെങ്കിൽ ഖനനം നടത്താമെന്ന് KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു അത് തീർച്ചയായിട്ടും, അതായത് ഇവർ പറഞ്ഞത് കമ്പനിയെ കൊണ്ട് നടത്തിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വാസയോഗ്യമായ പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ ഈ രാജ്യത്തും ലോകത്തുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ആംഗിളിൽ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് ഇന്നലെ മന്ത്രി പറഞ്ഞത് കമ്പനി തന്നെ നടത്തുന്ന പാർലമെന്റിൽ രേഖാമൂലം കൊടുത്തിരിക്കുകയാണ് മറുപടി. ഞങ്ങൾക്കറിയാലോ, അതായത് ഈ പറയുന്ന എയർ കണ്ടീഷൻ റൂമിലിരുന്ന് ഈ ഇത് പറയുന്ന ഉദ്യോഗസ്ഥന്മാരല്ല, കടലിൽ അനുഭവ സമ്പത്തുള്ള മത്സ്യത്തൊഴിലാളിയുണ്ട്, മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളി. അതുകൊണ്ടാണ് അവനാണ് യഥാർത്ഥ സയൻറ്റിസ്റ്റ്. കടലിന് ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാ? മീൻ പിടിക്കാൻ പോകുന്നവൻ. ആ സ്കൂളിൽ പോകണമെന്നില്ല, അവനറിയാം കടലിൽ പോയിട്ട് മണ്ണെടുത്താൽ വേണ്ട ഒരു വലിയ 2 കപ്പൽ കടലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ കടലിലെ മീനുകളെല്ലാം ആ ഭാഗത്തില്ലാതെ മാറും. പിന്നെ എങ്ങനെയാണോ ഭീമാകാരമായ ഒരു പക്ഷേ കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള വ്യാസമുള്ള പൈപ്പുകൾ കൊണ്ടുവന്ന് വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് കടലിന് അടി ഇളക്കി കടൽ കലക്കുന്നതിന്റെ പ്രശ്നമായിട്ടുണ്ടാകുന്ന അത് വ്യത്യാസമുണ്ട്. അത് കല്ലിട്ട് പോയിട്ട് അവിടെ ഹാർബർ കപ്പലുകൾ